ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ എന്താ ലൈറ്റ് ഇടാത്തത്? മൂടിയില്ല. മേടിക്കണമെന്ന് വെച്ചത് കുരുമ്പനാണോ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് വരുന്നില്ല. മിറർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്, ഞങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് അറിയാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഡു വാച്ച് ദിസ് വ്ളോഗ്. പിന്നെ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇന്ന് എനിക്കൊരു പാർസൽ വരുന്നുണ്ട്. ഐ എം സോ എക്സൈറ്റഡ് ദാറ്റ് ഐ എം ഗെറ്റിംഗ് മൈ പാർസൽ. ഞാനൊരു മൈക്ക് ഓർഡർ ചെയ്തിരിക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് ഐ ഫെൽറ്റ് ലൈക്ക് അത്ര കണക്ഷൻ കിട്ടുന്നില്ല എന്ന് എനിക്ക് ഫീലായി. സോ ദാറ്റ്സ് വാട്ട് മൈ ബ്രദർ സെഡ് ആൻഡ് മൈ ഹസ്ബൻഡ് സെഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഓർഡർ എ മൈക്ക് ആൻഡ് നമുക്ക് സംസാരിക്കാം. എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടമായാൽ പറയും. ബിക്കോസ് ഞാൻ ആക്ച്വലി ജനിച്ച് വളർന്നതെല്ലാം ചെന്നൈയിലായതുകൊണ്ട് സോ മൈ മലയാളം ഇസ് നോട്ട് ഫ്ലൂയൻറ്റ് ലൈക്ക് മൈ ഹസ്ബൻഡ്സ് ഓർ എനി വൺസ് എൽസ്. സോ അതാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായാൽ പറയൂ. അതല്ലാതെ ഇന്ന് എന്തൊക്കെയാണ് നടന്നു എന്ന് ലെറ്റ് മീ റീക്യാപ്പ്. ഞാൻ നിങ്ങൾക്ക് പറയാം. രാവിലെ എണീറ്റു. ഞങ്ങൾ രണ്ടാളും എണീക്കാൻ കുറച്ച് ലേറ്റായി. ദാറ്റ്സ് ബിക്കോസ് ഇന്ന് വീക്കെൻഡാണ്. ഞങ്ങൾ എപ്പോഴും എണീക്കാൻ ലേറ്റ് ആവും. ഫസ്റ്റ് എണീച്ചത് വിഹാൻ ആയിരുന്നു. വിഹാൻ എണീച്ചിട്ട് ഇപ്പം ഞാൻ എണീച്ചു. പിന്നെ ഞങ്ങൾ രണ്ടാളും പുറത്ത് പോയി കുറച്ച് നേരം ഇരുന്ന് കളിച്ചിട്ട് പിന്നെ വിക്കിയേട്ടൻ എണീച്ചിട്ട് ഞങ്ങൾ വിഹാന് ഫുഡ് ഞാൻ റെഡിയാക്കി. പിന്നെ ഇന്നലെ നൈറ്റ് കിടക്കാൻ കുറച്ച് ലേറ്റായി. ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കിടക്കാൻ ലേറ്റായി. പിന്നെ ഇന്നലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാഷ് ചെയ്തു. പിന്നെ ആ സ്ഥലം നീറ്റാക്കിയിട്ട് എനിക്ക് എപ്പോഴും ആ സ്ഥലം ഒന്ന് നീറ്റാക്കിയിട്ട് പിന്നെ എനിക്ക് സെക്കൻഡ് കുക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് നീറ്റായിട്ടിരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ആ ദിവസം തന്നെ ഒരുമാതിരി നന്നായിട്ട് പോകില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഓക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ വിഹാൻ്റെ ഫുഡ് റെഡിയാക്കി. പിന്നെ രാവിലത്തേക്ക് ഞങ്ങൾക്ക് അത്ര വിശന്നില്ല. ഞങ്ങൾ ഇന്നലെ കഴിച്ചത് അറൗണ്ട് 12 or 1 o'clock ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിക്കി എനിക്ക് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ച് വയറ് ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ വരെ എനിക്ക് വയറ് ഫുള്ളാണ്. എനിക്ക് ഫുഡ് കഴിക്കണം എന്നൊന്നും ഇല്ല ഇപ്പോൾ. ബട്ട് എന്നാലും എനിക്ക് അന്ന് മേടിച്ച ടൊമാറ്റോസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചും വിക്കി പറഞ്ഞു വിക്കിയുടെ സ്റ്റൈലിൽ വിക്കി ഒരു തക്കാളി കറി ഉണ്ടാക്കാമെന്ന്. ഞാൻ ഓൾറെഡി പ്രഷർ കുക്ക് ചെയ്തിട്ട് തക്കാളിയുടെ തോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിക്കേട്ടൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് എല്ലാം സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ബാഡ്മിൻ്റൺ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുന്നുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് അവിടെ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും വരണമെങ്കിൽ നമുക്ക് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തേക്ക് അത്രയും പ്ലാൻ ചെയ്തില്ല. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ അത്ര വലിയ പ്ലാൻസ് ഒന്നും വെച്ചിട്ടില്ല. എൻ്റെ കൂടെ ഈ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്കി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ഫുഡ്. ഇതുവരായി. ഇനി കുറച്ചുകൂടി നന്നായിട്ട് ഈ വെള്ളമൊക്കെ പോയിട്ട് നല്ലൊരു ക്രീമി കുറുക്കണം. എന്താ ഞങ്ങൾ എന്താ ലൈറ്റ് ഇടാത്തതെന്ന് വെച്ചാൽ വിഹാൻ അവിടെ ഉറങ്ങുന്നു. അവിടെ ഉറക്കാൻ വെച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഞാനും കുറച്ച് പാത്രം ഞാനൊക്കെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് എണീച്ചു. ഞാൻ പറഞ്ഞ് വായ മൂടിയില്ല, തൊട്ടു എണീട്ട്.
ഇവിടെ പൂരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിക്ക് ഗ്രേവി ആവണം. ഇപ്പോൾ ഐ എം സ്റ്റിൽ ഫീഡിങ് ഹിം. അതിൽ ഞാൻ നടുവിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വന്നതാ. ഏട്ടൻ ഫുഡ് പ്രിപ്പയർ ചെയ്തു. ഹായ് അമിത് ചേട്ടാ. ഹായ്, ഹലോ ഹലോ. ഞാൻ ടീച്ചിന്റെ ഹൗസ് മേറ്റ് ആയിരുന്നു. ഒരുമിച്ചാണ് മെൽബണിൽ വന്നത്. ഞാൻ എം ജെ ഒരേ കോളേജ് ആയിരുന്നു. സോ വി എം ജെ ദിസ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് സിസ്റ്റർ. ഇത് ഞങ്ങളുടെ ഗോവിന്ദേട്ടനാണ്. ഹായ്. ബിഗ് ബിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ബിഗ് ബിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ ബിഗ് ബിയുടെ തുടക്കം നോക്കിയാൽ ഗോവിനെ കാണാം. ഹലോ, ഇത് അമൃത ചേച്ചിനെ കാണാൻ. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് സമയമായി ഞങ്ങൾക്ക് ബാഡ്മിൻ്റൺ കളിച്ചിട്ട് വന്നിട്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള നമ്മൾ മോളിൽ കയറി ഒരു സ്മൂതി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. നമ്മളൊരു സ്മൂതി അടിക്കാൻ പോവുകയാണ്. ഞാൻ മാംഗോ സ്മൂതി, ഏട്ടൻ പ്രോട്ടീൻ ഷേക്ക്. നിനക്കെന്താ വിഹാന്റെ ഫ്രൂട്ട്സ് ആണ്. ഇത് മോളിലുള്ള ഫ്രഷ് പ്രൊഡ്യൂസ് സ്റ്റോളാണ്. ഞങ്ങളും വന്ന് ഇവിടെ മേടിക്കാറുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. എനിക്കിഷ്ടമല്ല മിൽക്ക്, പക്ഷെ മിൽക്ക് ഇട്ടിട്ടുണ്ട്. കുടിച്ചേ പറ്റുള്ളൂ. ഇത് കുടിച്ചോ? ഇത് പ്രോട്ടീൻ ഷേക്കാണ്, കോക്കനട്ട് വാട്ടറാ. നന്നായിട്ടില്ലേ? കുടിക്കാൻ പോവാ. കുടിക്കണി, ഞാൻ കുടിക്കാൻ. എനിക്ക് പാലിച്ചില്ല. എനിക്ക് പാലിച്ചില്ല. എനിക്ക് പാലിച്ചില്ല. നീ കുടി. ഇപ്പോൾ എല്ലാം ഹലോവിൻ തീംഡ് ആക്കി. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. വീട്ടിൽ വന്ന ശേഷം ഞങ്ങൾ ഗ്രൂപ്പ് കോളിലായിരുന്നു. എൻ്റെ പേരൻസിൻ്റെ കൂടെയും പിന്നെ വിക്കേട്ടൻ്റെ പേരൻസിൻ്റെ ഒപ്പമും. പാത്രങ്ങൾ നിറയെ ബാക്കിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പാത്രം വാഷ് ചെയ്തിട്ട് പിന്നെ വിഹാന്റെ ഫുഡ് ഉണ്ടാക്കണം. വിഹാനെ ഞങ്ങൾ കുളിപ്പിച്ചു. ഇപ്പോൾ അവരച്ഛൻ അവനെ ഫുൾ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഇപ്പോൾ ഇതിലോട്ട് കിടക്കട്ടെ.
the next day. പഴയ സമയം രാജാക്കന്മാരൊക്കെ നടന്നു അപ്പൊ പാട്ട് വീഡിയോ എടുക്കണം. Two days later. Guys, welcome back to my channel. ഞാൻ ആക്ച്വലി പെട്ടി പൊട്ടിക്കൽ പറയുന്നത് ഞാൻ ആക്ച്വലി സൺഡേ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ സൺഡേ എന്നെ കൊണ്ട് പറ്റിയില്ല. ട്യൂസ്ഡേ ആണ്, നൈറ്റ് ആയി ആക്ച്വലി. എന്നെക്കാട്ടിലും വിഹാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പെട്ടി പൊട്ടിക്കാൻ. ലെറ്റ്സ് ഗോ. എൻ്റെ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊക്കെ പെട്ടി വന്ന പെട്ടെന്ന് പൊട്ടിച്ച് നോക്കാം, നീ എങ്ങനെ പെട്ടി ഇത്രയും ദിവസം പെട്ടി പൊട്ടിക്കാണ്ട് ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിക്കി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓർക്കം കൂടി കളഞ്ഞിട്ട് നീ പൊട്ടിക്കോ എത്ര ദിവസമായിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയോ? ദിസ് ഇസ് മൈ ബൈക്ക്. ഇതൊന്ന് പിന്നെ പാവം വിക്കി കുറെ ചെയ്തിട്ട് പിള്ളേർ പൊരിക്കാൻ പറ്റി. ഈ മറ്റേ കേബിൾ ആണോ തോന്നുന്നു നോക്കി, എന്തിനാണ്? പിന്നെ ഐ തിങ്ക് ഇത് എന്റെ സ്ക്രീൻ പ്രൊട്ടക്ടർ ആണ് തോന്നുന്നു. അല്ല കേട്ടാ, ടെമ്പർ ഗ്ലാസ് ആണ്. ഇത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ട് മേടിക്കണമെന്ന് വെച്ചതായിരുന്നു. എനിക്ക് എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയ മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതുവരെ ആയിട്ടില്ല. ആൻഡ് അതല്ലാതെ എനിക്ക് മൈക്ക് ഭയങ്കര ആവശ്യമായിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ ഒപ്പം അത്ര എനിക്ക് ഐ ഫീൽ ലൈക്ക് ഐ കാൺ കണക്ട് ദാറ്റ് മച്ച്. എനിക്ക് കണക്ഷൻ ആൻഡ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വന്ന് എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് മൈക്ക് വേണമെന്ന് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കി ആൻഡ് നല്ലൊരു ഓഫറിലും എനിക്ക് ഈ സാധനം കിട്ടി. സോ ഐ എം സോ ഹാപ്പി. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. അവൻ ഇത് എടുത്ത് പിച്ച് ഇത് ഹോൾലാൻഡ് ചാർജിങ് കേസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു റിസീവർ, 2 മൈക്ക് കിട്ടുന്നത്. ഈസി ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ ക്യാരി ചെയ്യാം. 3 ടൈപ്സ് ഓഫ് റിസീവർ ഉണ്ട്. വൺ ഇസ് ലൈറ്റ്നിങ്, ദി അതർ വൺ ഇസ് സി ടൈപ്പ്. ആൻഡ് പിന്നെ ഞാൻ ആ കേസിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചത് ക്യാമറയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നിറയെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഇതിന് ഓപ്റ്റ് ചെയ്തത്. ആൻഡ് ആമസോണിൽ ഇത് നല്ലൊരു സെയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഗ്രാബ് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കുറുമ്പനാണ് ഞങ്ങളുടെ ഇത് കുറുമ്പനാണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾക്കൊരു ബാഗ് കിട്ടും. ആ ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഈ ഫറി വിൻഷീൽഡ് ആണ്. നമുക്കിത് 2 എണ്ണം കിട്ടും. ദി അതർ വൺ ഇസ് ദിസ് നെക്ലസ്. 2 എണ്ണം കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. TRS കേബിൾ ഒന്നുണ്ട്. ദി അതർ വൺ ഇസ് ചാർജിങ് കേബിൾ ആണ്. ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വോയിസ് നന്നായിട്ട് കേൾക്കാൻ തോന്നുന്നു. എന്താ വെച്ചാൽ ഞാൻ TV-യിൽ ഇപ്പോൾ പ്ലേ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നോയ്സ് ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ വോയിസ് മാത്രം ഇപ്പോൾ വലുതായിട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ് ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം നമുക്ക് അടുത്ത പാർസൽ പൊട്ടിക്കാം. എന്ത് വെച്ചാൽ ഞാൻ Kmartലിരുന്ന് ഞാനൊരു ചെയിൻ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. $15 കൊടുത്തിട്ട് ഒരു ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് പറ്റി വെച്ചാൽ ഞാൻ ഒരു ദിവസം ഇട്ടു, പിന്നെ വിഹാൻ അത് കണ്ണിൽ പട്ടിട്ട് അത് ഒരേ ഒരു ജസ്റ്റ് അവനൊരു പിടിച്ച് ഇപ്പോൾ പൊട്ടിയതാ. $15 ഗോൺ. ഇപ്പോൾ പുതിയതായിട്ട്
ആക്ച്വലി എനിക്ക് കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്യണം എന്നൊക്കെ ഇരുന്നിട്ടാണ് ഇരിക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. വൈറ്റ് അല്ല, എപ്പോഴും ഇട്ടിട്ടിരുന്നാൽ കുറച്ച് പാടാണെന്ന് പറഞ്ഞിട്ട് ഒരു സിലിക്കോൺ ആണ് അല്ലേ, പക്ഷെ എന്നായാലും ഡെപ്ലിങ്ങൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം. എൻ്റെ ആക്ച്വലി പുതിയ സീരീസാണ്, ലൈക്ക് 11 സീരീസാണ്. ഞാൻ ഷീനിൽ നിന്ന് മേടിക്കുമ്പോൾ ജസ്റ്റ് സൈസ് മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ, 42 mm മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് എന്താവേണ്ടത് വെച്ചാൽ ലൈക്ക് ഇത് ഭയങ്കര വലുതാവുന്നുണ്ട്. ആ സീരീസിൻ്റെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലാതെ ഈ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ക്ലോത്ത് മെറ്റീരിയലാണ്. വേറെ എന്തൊക്കെയാണ് ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ എല്ലാം എൻ്റെ പയ്യനെല്ലാം എടുത്തുകൊണ്ട് പോയി. തരുമോ കുറച്ച് പ്ലീസ്? ഞാൻ ഇതുവരെ ഫേക്ക് നെയിൽസ് വെച്ചിട്ടില്ല, എനിക്ക് വെച്ചൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. വിഹാൻ ജനിക്കുന്ന മുമ്പ് തൊട്ട് തോന്നും ഞാൻ നെയിൽ പോളിഷ് നിർത്തി, അമ്മ വെക്കണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അത്ര വെച്ചിട്ടില്ല നെയിൽ പോളിഷ്. പിന്നെ ഇപ്പോഴാണ് റീസെൻ്റായിട്ട് ഞാൻ വെച്ചത്. എനിക്ക് നഖം എനിക്ക് മുന്നിൽ നല്ല നഖം ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് നഖം വളർന്നില്ല, എത്ര ട്രൈ ചെയ്താലും നഖം വളർന്നില്ല. അപ്പോൾ ശരി, ഞാൻ ഒന്ന് ഇത് മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതാ ഇതിൻ്റെ കൂടെ പിന്നെ ഒട്ടിക്കാനുള്ള ഇതുകൊണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഫേക്ക് നെയിൽസ് ആണ്. അപ്പോൾ ഇതും അതന്നെ, സെയിം ലൈക്ക് ദാറ്റ്. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ടത് എനിക്ക് നന്നായിട്ട് ചെയിൻ ഇടുമ്പോൾ കാണാനാണ്, പക്ഷേ ഈ സാർ എന്നെ ചെയിൻ ഇപ്പോൾ ഇടാൻ വിടുമോയെന്ന് എനിക്ക് അറിയുന്നില്ല. ചുമ്മാ വേണമെങ്കിൽ ഞാൻ വെച്ച് കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആക്ച്വലി ഭയങ്കര ചെറുതായിട്ടിരിക്കണം എന്നൊരു ചെയിൻസ് വെച്ച് എനിക്ക് അറിയാൻ പാടില്ല, ഇട്ടത് അറിയാൻ പാടില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് മേടിച്ചത്. എങ്ങനെയുണ്ട്? ഇതാണ് നെക്സ്റ്റ് ചെയിൻ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എപ്പോഴും എടുക്കാത്തത് പോലെ ഉണ്ട്. എങ്ങനെയുണ്ട്? എനിക്ക് അറിയുന്നില്ല, മിറർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. ഒരുവിധം ഞാൻ എൻ്റെ പാർസൽസൊക്കെ ഞാൻ കാണിച്ചു. പിന്നെ ബാക്കിയുള്ളത് ടെമ്പർ ഗ്ലാസസും പിന്നെ അതല്ലാതെ ഒരു USB കേബിൾ ഒന്നും ഉണ്ടായിരുന്നു. സോ അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, ആൻഡ് അതിൽ കാണിക്കാനൊന്നുമില്ല. സോ എനിക്കിതൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ടു യൂസ് ദിസ് മൈക്കാണ്. അപ്പോൾ I hope to deliver a good content in my channel, and I hope you guys like that videos whatever I post. And നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ let me know in the comment box so that I know നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എൻ്റെ വീഡിയോസിൽ, ആൻഡ് നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റ് ഒക്കെ നോക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്തായാലും യു ക്യാൻ ടോക്ക് ടു മീ ത്രൂ കമൻറ്റ്. ഞാൻ ഭയങ്കര ആക്റ്റീവാണ്, കണക്ഷൻ നമുക്ക് അതിൽ ഉണ്ടാവുന്നൊരു പ്രതീക്ഷയിൽ ഐ എം സൈനിങ് ഓഫ് ദിസ് വീഡിയോ. I hope to see you in next video. Until then, bye from Aishwarya. Bye. Like, share, subscribe.